കൂവിയില്ലല്ല. എന്റെ അടുത്ത് എന്തിനാണ് കൂവിയത്? കൂവിന്റെ കാരണം പറഞ്ഞിട്ട് പോയാവാ. Oh my God, എന്റെ ഇഷ്ടമാണ് അവരുണ്ടാണോ ചെയ്യാണ്ടാണ് ആ കുട്ടി ഇഷ്ടം പറഞ്ഞത്. അത് കേട്ടിട്ട് ചിരിക്കുക. അടിപൊളി. എന്തായാലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ പരിപാടി ഇപ്പൊ എനിക്ക് മറ്റേ കൂടെ പറയുന്നില്ലേ ഒരു പള്ളിക്ക് എനിക്ക് എന്നെ നല്ല ആളെ കിട്ടും. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്തായാലും നമുക്കൊരു പാട്ടത് പാടിയല്ല, ഒരു പാട്ട് പാടിയാല. പാട്ട് പാടണോ അതോ നമുക്ക് വേറെ ആരെങ്കിലും വിളിക്കണോ? വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയോ? വേറെ ആരെങ്കിലും വിളിക്കണോ? വേട്ടയാടാൻ വേണ്ടി ഒരുത്തം വരെയാണ്. പഴമല്ലേ ക്ഷേത്രത്തില് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധിക്ക്. എന്റെ കണ്ണുകൾ നിങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ നിരീക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം കടന്നു പോകുന്നത്. കണ്ടില്ലേ? അയാളുടെ പെരിയയിൽ ചുവന്ന നിറമുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരുന്നു. വല്ലാത്ത അനുഭവമായതുകൊണ്ടല്ല, അക്ഷരമായി നമ്മൾ എടുക്കുന്നത്. എന്തായാലും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞത് അല്ല, ഈ മാതാപിതാക്കളൊക്കെ എവിടെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ വേദിയിൽ വന്ന് കുട്ടികൾ വടക്കോട്ടും തെക്കോട്ടും നടക്കുക, ഓടുക. നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എങ്ങോട്ടാണ് പോകുന്നത്? വെള്ളം കുടിക്കാൻ ഇപ്പോഴാണ് വെള്ളം കുടിക്കാൻ സമയം കിട്ടുന്നത്. കേരള സർക്കാർ വെള്ളം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കുടിക്കുക. അപ്പൊ എന്തായാലും ഇത്രയും നിശബ്ദത ഞാൻ ഒരു ഭരണ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മുഖ്യമന്ത്രി വയറിന് സുഖം, വയറ്റിന് വഴി വയറിന് സുഖം. എവിടെയാണ് സുഖം? പെട്ടെന്ന് പല സമയം ഈ വയറ്റിലിടണോ? വണ്ടി പല സമയം പോയോ വയറ്റിലേക്ക് വയറ്റിലേക്ക് വഴി നമ്മള് നേരെ നിങ്ങളോട് ആരാ പറയുന്നത് തൊടാൻ? സാറിന് വലിയ ഫാനല്ലേ? ഫാനൊക്കെ വീട്ടില് കടക്ക് പുറത്ത്. ഈ ആദ്യം ഇങ്ങനെ കളിച്ചാൽ നീ ആദ്യം വൈദ്യത്തിലേക്ക് എന്തെങ്കിലും കഴിക്കും. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ട് വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരാളെ വിളിക്കണം. നിങ്ങൾ അങ്ങനെ ചിരി കൊണ്ടാതെ നിങ്ങൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ പേര് പറഞ്ഞ് കളിച്ചു പാടുന്നത് ഒരു പേര് തോന്നിയിരിക്കുകയാണോ? मेरा पिटाई मैं पहली बार तेरे खानदान में आया, तुम्हारे चेहरे पर खुशी लेने के लिए आया। അദ്ദേഹം എന്റെ പാർട്ടിക്കാരല്ല. എത്രയും ഭീഷണിപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ മുഖത്തൊരു പാട്ട് പാടുമല്ലേ? എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുകയായിരുന്നു. ഇതിന്റെ കൈയടിച്ചില്ലാതെ നമുക്ക് നിങ്ങളുടെ
നിങ്ങൾക്ക് കർശനമായ നടപടി നേരിടുന്നതായിരിക്കും. മാത്രമല്ല ഈ വേദിയിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് മര്യാദക്ക് കൈയിടും. എല്ലാവരും കൈയെടുത്തു. എല്ലാവരും കൈയെടുക്കാനല്ല വന്നത്. ധാരാളം ഈ പാട്ടുണ്ടാക്കി ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയെ ഇത്രയും ഭയങ്കരമായ പാട്ട് എല്ലാവരും കൂടെ വിളിക്കുക.